വീണ്ടും വാർത്തകളിലേക്ക്. മതിലകത്ത് വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ ടെറസിൽ നടത്തിയ ശീതകാല പച്ചക്കറി കൃഷി വൻ വിജയം. ഉത്സവാന്തരീക്ഷത്തിൽ വിളവെടുപ്പും നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിലെ ഓണച്ചമാവിലെ ശ്രീവർദ്ധിനി സംഘകൃഷി ഗ്രൂപ്പിനാണ് വീട്ടമ്മമാരുടെ കൂട്ടായ്മയിൽ ശീതകാല പച്ചക്കറി കൃഷി നടത്തിയത്. കോളിഫ്ലവർ, ക്യാബേജ് എന്നിവയാണ് കൃഷി നടത്തിയത്. മണ്ണുത്തി കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് വാങ്ങിയ 400-ലധികം തൈകൾ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത്. തികച്ചും ജൈവ കൃഷി രീതിയിലായിരുന്നു ഇവരുടെ പച്ചക്കറി കൃഷി. ശ്രീവർദ്ധിനി സംഘ കൃഷി പ്രസിഡന്റ് രഞ്ജിനി ശിവദാസ്, സെക്രട്ടറി കുമാരി വിജയൻ, സോളി ലക്ഷ്മി, ലിജി ഗോപിനാഥ്, ഷംല നൌഷാദ് എന്നിവരാണ് സംഘത്തിലെ അംഗങ്ങൾ. ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പറമ്പിൽ ഒട്ടേറെ വാഴകളും ഒക്കെ അവർ വെച്ച് കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം നട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പച്ചക്കറി ഗ്രാമം തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഈ കോളിഫ്ലവറൊക്കെ അതുപോലെ തന്നെ നമുക്കറിയാം, കാബേജ് ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്നത് കാബേജിലാണെന്നാണ് പറയുന്നത്. കാബേജ് കഴിക്കരുതെന്നാണ് പറഞ്ഞത്. ഇത് വേപ്പില, കാബേജ് ഇതിലൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിഷാംശമുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ തൊടിയിലുണ്ടാക്കിയ കാബേജ് അല്ലേ, നമുക്ക് വളരെയേറെ യാതൊരു വക വിഷമങ്ങളും ഇല്ലാണ്ട് അത് ഭക്ഷണം വെച്ച് കഴിച്ചാൽ ടേസ്റ്റിനും വ്യത്യാസമുണ്ട്. നമ്മളുണ്ടാക്കുന്ന ഈ കാബേജിനും കോളിഫ്ലവറിനും വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഉഫൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ്, CDS ചെയർപേഴ്സൺ ഹേമലത ഗോപാലൻ, പഞ്ചായത്ത് അംഗം രമണി സുരേഷ്, ബ്ലോക്ക് JLG കോർഡിനേറ്റർ നിമ്മി, ശ്രീകല, ബെന്നി, IR വിജയൻ എന്നിവരും പ്രസംഗിച്ചു. വലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ ആലില പദ്ധതിക്ക് തുടക്കമായി. വലപ്പാട് GDMLP സ്കൂളിൽ നടന്ന ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷയായി. ബാങ്ക് പ്രസിഡന്റ് EK തോമസ്, ബ്ലോക്ക് അംഗം CK കുട്ടൻ മാസ്റ്റർ, GDMS സ്കൂൾ ഹെഡ് മിസ്ട്രസ് KG ഷീല, CP പ്രദീപ്, VG സദാനന്ദൻ, ബിജോയ് മാസ്റ്റർ, KA വിജയൻ, PTA പ്രസിഡന്റ് രജനി ആനന്ദൻ, സെക്രട്ടറി ലിസ്റ്റി, ഡയറക്ടർ ബോർഡ് അംഗം TS സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാങ്ക് അംഗങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് വിതരണവും ചടങ്ങിൽ ഉണ്ടായിരുന്നു. കളഞ്ഞു കിട്ടിയ 1 പവന്റെ കൈചെയിൻ ഉടമയ്ക്ക് തിരികെ നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി. തൃപ്പയാറിലെ ഓട്ടോ ഡ്രൈവറായ വലപ്പാട് സ്വദേശി ചിറമ്പത്ത് ഉണ്ണികൃഷ്ണനാണ് കൈചെയിൻ തിരികെ നൽകി മാതൃകയായത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റു സ്വദേശിയായ തൃക്കുലശേഖരപുരത്ത് ജിഷ തൃപ്പയാർ NES പരിസരത്തുള്ള തന്റെ ബന്ധുവീട്ടിലേക്ക് പോകാൻ തൃപ്പയാർ സെന്ററിൽ നിന്നും ഉണ്ണികൃഷ്ണന്റെ ഓട്ടോ വിളിച്ചിരുന്നു. ഇതിനിടയിലാണ് ജിഷയുടെ കൈചെയിൻ നഷ്ടമായത്. ഉണ്ണികൃഷ്ണന് കൈചെയിൻ ലഭിച്ചതിനെ തുടർന്ന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഉടമയായ ജിഷ വലപ്പാട് സ്റ്റേഷനിലെത്തി ASI PM സാദിഖ് അലിയുടെ സാന്നിധ്യത്തിൽ ഉണ്ണികൃഷ്ണൻ ജിഷയ്ക്ക് കൈചെയിൻ കൈമാറി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കറവ പശുവിനെ വാങ്ങുന്നതിന് ക്ഷീര കർഷകർക്ക് ധനസഹായം വിതരണം ചെയ്തു. ചന്ദ്രാപിന്നി മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ക്ഷീരമേഖലയ്ക്ക് നമ്മൾ നൽകുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് നൽകുന്ന സബ്സിഡി പ്രയോജനകരമാം വിധം ഉപയോഗപ്പെടുത്തി അത് കർഷകർക്ക് ഗുണം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ചില തടസ്സങ്ങൾ, ഇപ്പോൾ SC വിഭാഗത്തിനാണെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കണം, അത് താലൂക്കിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ നിന്നും. പിന്നെ 15,000 രൂപയാണ് നമ്മൾ സബ്സിഡിയായി കൊടുക്കുന്നത്. 30,000 രൂപയുടെ പശുവിനെ മേടിക്കണം. അപ്പോൾ 15,000 രൂപ നമ്മൾ കരുതി വെക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു തടസ്സങ്ങളായിട്ട് വരാറുണ്ട്. ഒറ്റയടിക്ക് 15,000 രൂപ എടുക്കാൻ കഴിയാത്ത ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഹരി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം PK ചന്ദ്രബാബു, ബേബി ജോൺ തുടങ്ങിയവരും പങ്കെടുത്തു. ചരമ വാർത്തകൾ. പെരിഞ്ഞനം വെസ്റ്റ് വാസ്കോ ബീച്ച് പോണത്ത് രാജൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. മല്ലികയാണ് ഭാര്യ. അമ്പിളി, ആശ, രാജേഷ് എന്നിവർ മക്കളും. ജോഷി, പ്രസി, നന്ദുജ എന്നിവർ മരുമക്കളുമാണ്. പടിയൂർ കടമ്പോട്ടുപാടം റോഡിൽ തൗണ്ടാശ്ശേരി വർഗീസിന്റെ ഭാര്യ സലീന നിര്യാതയായി. 47 വയസ്സായിരുന്നു. ആന്റണി, പ്രമിൻ, പ്രിൻസ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ 2 ഉണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു, 7 പേർക്ക് പരിക്ക്. തൃപ്പയാറിൽ മയക്കുമരുന്നിനും മാഫിയവൽക്കരണത്തിനുമെതിരെ സ്പേസിന്റെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. മതിലകത്ത് വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ ടെറസിന് മുകളിൽ കൃഷി ചെയ്ത പച്ചക്കറികൾ വിളവെടുത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.